നമ്മളിപ്പോൾ തെങ്കാശിയിൽ കാശി വിശ്വനാഥ സ്വാമി ടെമ്പിളിലാണ് കേട്ടോ. ഞങ്ങൾക്ക് വന്നു. അത്യാവശ്യം വലിയ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. 6 മണിയായപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. ഭയങ്കര ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഒരുപാട് പ്രതിഷ്ഠകളും കുഞ്ഞു പ്രതിഷ്ഠകളൊക്കെ ഉള്ള ശിലയിലെല്ലാം ഇങ്ങനെ അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ. എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ചെരുപ്പൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്, കാലടികൾ പാതുകാക്കും ഇടം, പിന്നെ ഒരു പൂക്കട. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ ക്യാമറ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇതാണ്ട് 4 ഉയിർ തുണை, 4 செல்லும் വഴിയിൽ നാമ സെൽവം. തെങ്കാശിയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത് കേട്ടോ, കാശി വിശ്വനാഥ ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിൽ എപ്പോഴും നല്ല ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ചെറിയ കടകളും തട്ടുകടകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത് ചക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചക്കയ്ക്ക് യാതൊരു വിലയില്ലെങ്കിലും ഇവിടെ ചക്കയ്ക്ക് ഭയങ്കര മതിപ്പാണ്. പക്ഷേ കൊണ്ടുവന്ന് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊക്കെ കണ്ടാൽ ഭയങ്കര അസ്വസ്ഥത തോന്നും. പിന്നീടാണെങ്കിൽ ഒരുപാട് കൊച്ചു കടകൾ, അതായത് ഇങ്ങനെ ഈ വീടിൻ്റെ മുന്നിലേക്ക് ചെറിയ വഴികളിൽ കൂടെ പോകുമ്പോൾ കുറേ അമ്മമാരൊക്കെ ഇങ്ങനെ പച്ചക്കറി കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. മൊത്തം നമ്മുടെ കേരളത്തിലുള്ള വീടുകൾ പോലെയല്ലല്ലോ അവിടെ. അവർക്കൊന്നും മുറ്റമൊന്നുമില്ല, വഴികൾ പോലെയാണ് വീടുകളെല്ലാം. ഇങ്ങനെ അടുക്കിന് അങ്ങനെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു വഴികളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് എല്ലാം വീടുകളെല്ലാം അങ്ങ് അടുപ്പിച്ച് ആ വീടുകളുടെയൊക്കെ മുൻപിലായിട്ട് ഇങ്ങനെ ചെറിയ കച്ചവടങ്ങൾ കാണാം. കൂടുതലും മലക്കറിയാണ്. പിന്നീട് ചക്കയാണ്, പിന്നെ ഞാവൽപ്പഴം, പിന്നെ അതുപോലെ ഈ മുക്കിന് നമ്മുടെ മുക്കിന് കടകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ മുക്കിന് ഓരോ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. കുഞ്ഞു ക്ഷേത്രങ്ങൾ. കൂടുതലും ഞങ്ങൾ കണ്ടത് ഗണപതി വിനായകരുടെ ക്ഷേത്രങ്ങളായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ എന്താ ഒരു ഓട്ടോയിൽ കയറി. ഒരു ചേട്ടനെ ഞങ്ങൾ സംസാരിച്ച് സെറ്റാക്കി ഓട്ടോയിൽ കയറിയിട്ട് കുറ്റാലത്തേക്ക് പോയി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കുറ്റാലമുണ്ട്, ഓൾഡ് കുറ്റാലവും ന്യൂ കുറ്റാലവും. അതിൽ ഓൾഡ് കുറ്റാലത്തിൽ ഇപ്പം കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ട്, മറ്റേടത്ത് വെള്ളം കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അങ്ങനെ ഞങ്ങൾ ചെറിയ ഗ്രാമവഴികളിലൂടെയൊക്കെ എന്തൊരു മലനിരകളാണെന്നറിയാം, ചുറ്റും കാണാൻ എന്തൊരു ഭംഗിയാണ്. ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയി നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ യാത്ര. ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷേ നാട്ടിൻപുറമാണ് എങ്കിൽ പോലും കൃഷിയൊന്നും കണ്ടില്ല കേട്ടോ. എനിക്കൊന്നും മഴയില്ലാത്തത് കൊണ്ടായിരുന്നു ഇനി കൃഷി വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. കൃഷിയൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏത് ചെറിയ വഴികളിലൂടെ പോയാലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് കാണുന്നത്. പക്ഷേ അവിടെ പോയ ഒരു റോഡിൽ പോലും കുണ്ടും കുഴിയും കണ്ടില്ല. ഗ്രാമപ്രദേശമാണ്, എന്നാൽ പോലും റോഡുകളെല്ലാം നല്ല അടിപൊളി റോഡാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. പിന്നെ കാഴ്ചകളോ മനോഹരം. 2 സൈഡിലും ഇങ്ങനെ പശ്ചിമഘട്ട മലനിരകളൊക്കെ അടുത്തോന്ന് ഇങ്ങനെ വിരിഞ്ഞ് വിടർന്ന് നിൽക്കുന്ന എന്തൊരു ഭംഗിയാണ് ദൈവമേ. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. ഓട്ടോയിൽ ഇങ്ങനെ ഓട്ടമാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി. കേരവൃക്ഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നത് സാധാരണ കേരളമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കേരവൃക്ഷങ്ങളില്ലെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ ഇപ്പം കണ്ടത് മൊത്തം കേരവൃക്ഷങ്ങളും പിന്നെ നമ്മുടെ ചക്ക പൊളിച്ച് വെച്ചിരിക്കുന്നതും ചക്ക കൂട്ടത്തോടെ ഇട്ടേക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഈ പനങ്കരിക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഇലയിൽ വെച്ച് തന്നു. 50 രൂപയ്ക്ക് ഒരു 6 പീസ്. അപ്പോൾ പിന്നീട് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പനങ്കരിക്ക് രാവിലെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴയ കുറ്റാലം അൻപുടൻ വരവേൽക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ പറഞ്ഞു പഴയ കുറ്റാലമുണ്ട്, പുതിയ കുറ്റാലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. പഴയ കുറ്റാലത്ത് കൂടുതൽ വെള്ളമുണ്ട്, പഴയ കുറ്റാലത്ത് കൂടുതൽ വെള്ളമുണ്ട്, പുതിയ കുറ്റാലത്ത് വെള്ളം കുറവാണെന്ന്. അപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു 2 സ്ഥലത്തും കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളെ പഴയ കുറ്റാലത്തിന് അവിടെ കൊണ്ട് വിട്ടു. എൻട്രൻസിൽ നിന്ന് കയറി കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളി മലയാണ് കേട്ടോ ചുറ്റും കാണുന്നത്. അടിപൊളി സ്ഥലം. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി അവിടെയൊക്കെ നോക്കി ചെറിയ കടകളിലൊക്കെ, പക്ഷേ ഒന്നും ഹൈജീനിക്കായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോ കയറിയും കുറ്റാലത്തിന് പോയിരുന്നു. അപ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് പനങ്കൊല, മറ്റേ കരിക്കൊണ്ടല്ലോ പനങ്കരിക്ക, അതിൻ്റെ സംഭവം മേടിച്ചു, അത് കഴിച്ചു. അതിപ്പോൾ കുറച്ച് റിലാക്സേഷനായി വിശപ്പിന്. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കണമെന്ന് തോന്നുന്നു, പക്ഷേ ഈ കാടുകളുടെ ഈ മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ ആയതുകൊണ്ട് രസമുണ്ട് നടക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മലയാളീസിനൊന്നും കണ്ടില്ല കേട്ടോ, എല്ലാം ഇവിടെയുള്ള ആൾക്കാർ തന്നെ. ആരെയും മലയാളീസിനെ കണ്ടില്ലേ? ഇപ്പം വെക്കേഷൻ ടൈമൊന്നും അല്ലല്ലോ. നമ്മൾ പാലരുവിയിൽ പോയതുപോലെയാണ് കേട്ടോ. പാലരുവിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേറെ വണ്ടികളുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വണ്ടിയൊന്നുമില്ല. നടരാജ തന്നെ കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സിനിമയിലൊക്കെ, തമിഴ് സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. നല്ല ഭംഗിയുണ്ട്. മണിയൊക്കെ
പുളിയൊരു മല കേട്ടോ, മലയ്ക്ക് അടുത്ത് വന്നതാണ് നമ്മളിപ്പോൾ. എന്തായാലും ഇതുവരെ ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പം വാട്ടർഫാൾസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അടുത്തെത്തിയെന്ന് തോന്നുന്നു. പോവാം. അപ്പോൾ ഇതാണ് ഓൾഡ് കുറ്റാലം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അത്രയും വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. വെള്ളം കുറവാണെന്ന് തോന്നിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അവരവിടെ പോയി നിന്ന് കുളിക്കുന്നു. പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് താഴെയൊക്കെ വെള്ളം നിൽക്കുന്നിടത്തൊക്കെ ഇറങ്ങി നിൽക്കാം. പക്ഷെ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുറ്റാലം, ഓൾഡ് കുറ്റാലം ഇത് കണ്ടു തിരിച്ച് നടന്നു പോവുകയാണ്. ഈ ലോങ് നടത്ത കുറച്ച് കഷ്ടമാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. നമ്മളാണെങ്കിൽ ഓട്ടോയിൽ കൂടെയാണ് വന്നത്. ചേട്ടൻ അരമണിക്കൂറാണ് പറഞ്ഞിരുന്നത്. അരമണിക്കൂർ കൊണ്ട് നമ്മളെത്തും. നമ്മൾ അധികം നേരം കുറ്റാലത്ത് നിന്നില്ലല്ലോ. ഈ ലോങ് നടത്തം ഭയങ്കര കേട്ടോ. അങ്ങനെ കുറ്റാലത്ത് നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഓട്ടോയിൽ പിന്നീട് ഒരു മാർക്കറ്റ് തിരക്കി പോയതാണ് കേട്ടോ. തെങ്കാശിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ ഗ്രാമപ്രദേശത്ത് കൂടെ ആയിരുന്നു പോകുന്നത്. അന്നേരം ഞങ്ങൾ അടിപൊളി ഒരു മയിലിനെ കണ്ട്. അങ്ങനെ ഓട്ടോ ചേട്ടൻ ചേട്ടാ നിർത്തി ചേട്ടാ ഞങ്ങൾ മയിലിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തി. കുറേ നേരം ഞങ്ങൾ മയിലിനെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ ഗ്രാമത്തിലൂടെ വീണ്ടും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ തെങ്ങ് കൃഷിയും കുറേ പാടങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് കണ്ടു. പിന്നെ കുറേ പാറയും മലയും നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. യാത്ര ചെയ്ത് എന്തായാലും ഞങ്ങൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷിച്ച് ഓട്ടോയിലൊന്നും നമ്മളിങ്ങനെ ഇത്രയും നല്ല കാഴ്ചകൾ കണ്ട് ഇതുവരെ പോയിട്ടില്ല ജീവിതത്തിൽ. ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓട്ടോയിൽ പോകുന്നത് അവിടെ പൊതുവേ ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഓട്ടോയ്ക്കൊക്കെ ചാർജ് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ എന്തോ സംസാരിച്ച് സെറ്റാക്കി കുറച്ച് നേരം ആ ചേട്ടനോട് ബാർഗെയിനൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് തെങ്കാശിയിലുള്ള ഒരു നല്ല ഏറ്റവും വലിയ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തി. സാധാരണയുള്ള ഇവരുടെ മാർക്കറ്റ് വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ പണി നടക്കുന്നത് കാരണം ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്ന ഒരു ടെമ്പററി മാർക്കറ്റാണിത്. അത് കാരണം നല്ല ഞെരിങ്ങി ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കൊച്ചു കച്ചവടക്കാർ അവിടെ നിന്നും മലക്കറി എടുത്ത് പുറത്തു കൊണ്ട് വിൽക്കുന്ന കുറേ കച്ചവടക്കാരെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇവിടെയും പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. തക്കാളിയൊക്കെ ഏകദേശം 80 രൂപ ഇന്ന് വിലയ്ക്ക് അല്ലാണ്. തക്കാളി വെണ്ടക്ക എന്താ വില? 40 രൂപ. ഇത് 60 രൂപ. മാങ്ങ 60 രൂപ. മാങ്ങ പച്ചമാങ്ങ. ഇതാ ഈ മാങ്ങ 60 രൂപ. ഓ, അപ്പോൾ ഇങ്ങനെ മാങ്ങ ഇതെല്ലാം വെണ്ടയ്ക്ക എല്ലാത്തിനും വില കൂടുതൽ, വില ഏറിയ വെച്ചാ. അപ്പോൾ இந்த வீக்கில் அதான் முதல்ல இப்படியா ரேட்டு? முதல்ல 20 இருந்தது, 60 ஆயிருக்கு. ஓ, 60 ஆயி. 40 இருந்தது, 70 ரூபா. ஆனால் ഈ സൈക്കിളിൽ എപ്പടി കൊണ്ടുപോയി? സൈക്കിളിൽ പോയി தான் വിൽക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ ഓ, ഇത് പക്കത്തിൽ 2 കിലോമീറ്റർ സംതിങ്. 3 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ഇത് ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഡെയിലി പച്ചക്കറി എടുത്തിട്ട് ഇത് ഹോൾസെയിലാ? ഓ ഓ ഇங்கே இப்போ தென்காசியில் இதுதான் மார்க்கெட் இருந்தது. அது இடிச்சு வேலை பார்க்கணும் கெட்டதா. ஓ, இங்கே இது டெம்பரரி. இது டெம்பரரி பெரிய മാർക്കറ്റ്. അപ്പോൾ ഇവർ പറയുന്നത് തമിഴ്നാട്ടിൽ പച്ചക്കറിക്കൊക്കെ പെട്ടെന്നാണ് വില കൂടിയത്. ഈ ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും വില കയറിയതാണെന്ന് ഇവരും പറയുന്നത്. ஆமாண்ணா, இப்போ எல்லா காய்கறியும் கொஞ்சம் விலை கூட தான். போன வாரத்தோட இந்த வாரம் காய்கறி கொஞ்சம் விலை கூட. இங்கே விலை ஜாஸ்தியாக இருக்குது. ஆமாம், மழையான ஏன்னா மழையின் காரணமாக கிடையாது. சரக்கு வழியாக இருந்து வரத்துகள் கம்மினோடனே கொஞ்சம் விலைவாசி கூட. இங்கே தான் டெய்லி மார்க்கெட்டா? இது டெய்லி மார்க்கெட். இது காலையில் 5 o'clock ஓப்பன் ஆகி மதியம் போல் 2 மணிக்கு முடிஞ்சிடும். தென்காசி மெயின் மார்க்கெட், டெய்லி சந்தை. வெஜிடபிள் மார்க்கெட்டா? ஆமாம், டெய்லி வெஜிடபிள்ஸ் எல்லாம் அன்னன்னை ப்ரைஸ் என்னவோ அன்னன்னை ப்ரைஸ்.
ഇവരെ അന്നെന്നുള്ള വിലയെന്നൊക്കെ പറയുന്നത് പക്ഷേ ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഒറ്റയടിക്ക് പച്ച മാങ്ങയ്ക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച 20 ആയിരുന്നെങ്കിൽ ഇപ്പം 40 പഴുത്ത മാങ്ങയ്ക്ക് 100 രൂപ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സാധാരണ വിചാരിച്ചിരുന്നത് കേരളത്തിലാണ് ഇങ്ങനെ സാധനങ്ങൾക്ക് തൊടുമ്പോൾ പൊള്ളുന്ന വിലയെന്ന്. തമിഴ്നാട്ടിൽ ചെന്ന് കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അതിൻ്റെ അമ്പരം. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി മലയാളികളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ചോദിച്ചു, എൻ്റെ പൊന്നെ ഞങ്ങൾ മലയാളികളായെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നോക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസിച്ച ഹോട്ടലിൽ തന്നെ തിരിച്ചെത്തി. അവിടെ നിന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 11 മണിക്കായി. എന്നിരുന്നാലും പിന്നെ പറയട്ടെ, അവിടുത്തെ ഫുഡ് സാധാരണ പറയും തെങ്കാശിയിലൊക്കെ ഫുഡൊന്നും കൊള്ളത്തില്ലെന്ന്. പക്ഷേ ഞങ്ങൾ കഴിച്ച ഹോട്ടലിലെ ഫുഡ്, ഞങ്ങൾ സ്റ്റേ ചെയ്ത അതേ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ ഭൂരി ഇഡ്ഡലിയും കഴിച്ചു. അടുത്തൊരു പ്രത്യേകത എന്ന് കണ്ടത് ഒരു സെറ്റ് എന്ന് പറയുന്നത് 2 എണ്ണം. അതിപ്പം ഭൂരിയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരു സെറ്റിൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഇഡ്ഡലി, ചട്നി, സാമ്പാർ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറൈറ്റി ആട്ടോ. ചട്നിയൊക്കെ നല്ല പൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹം ഈ പുറത്ത് തട്ടുകടയിലൊക്കെ പോയി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾ കുറേ ചുറ്റി നോക്കി. പക്ഷേ തട്ടുകടയിലൊക്കെ നല്ല തിരക്കൊണ്ട് ആൾക്കാരൊക്കെ നല്ല പോലെ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ നോക്കിയിട്ട് ഫുള്ള് ഈച്ച അതും ഇതും ഈ മാവൊക്കെ കുഴച്ച് വെച്ചിരിക്കുന്നതിനകത്തൊക്കെ ഈച്ച കൊണ്ടങ്ങ് അഭിഷേകം. അതൊക്കെ കണ്ടപ്പോൾ പിന്നെ തട്ടുകടയിൽ നിന്ന് കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ഹോട്ടലിൽ തന്നെ തിരിച്ചു വന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. തിരുമല മുരുകൻ കോവിലേക്ക് പോകാനുള്ള പോക്കിലായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പശുവിൻ്റെ കൂട്ടങ്ങളെ ആടിൻ്റെ കൂട്ടങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ അതും നാടും പുറമായിരുന്നു. തിരുമലൈ മുരുകൻ കോവിൽ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ മലയ്ക്ക് മുകളിലാണ് ക്ഷേത്രം. ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മലയ്ക്ക് മുകളിലുള്ള ക്ഷേത്രത്തെ കുറിച്ച്. എന്തായാലും നമ്മൾക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കയറി നോക്കാം.